എന്നെ സംബന്ധിച്ചിടത്തോളം മീ ടു പോലുള്ള അനുഭവങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. കാസ്റ്റിംഗ് കൗച്ച്, മീ ടു എന്നൊക്കെ പറയുന്ന ഇപ്പം കേൾക്കുന്ന വാക്കുകളാണ്. എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അന്നൊക്കെ ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരാളിനോട് ദേഷ്യമോ അല്ലെങ്കിൽ ഒരാളിനോട് ഒരു വല്ലായ്മ തോന്നിക്കഴിഞ്ഞാൽ അത് അറിയിക്കുന്ന രീതിയിൽ പറഞ്ഞ് അങ്ങ് തീർക്കുകയാണ്. അപ്പം തന്നെ അങ്ങനെയൊന്നും സംസാരിക്കരുത്, ശരി കഴിഞ്ഞു. പിന്നെ മീ ടു പോലുള്ള ഇത് വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ പറയില്ലേ, ചുട്ടപ്പം പോലെ അപ്പം പറഞ്ഞ് അപ്പം അതിനെ അങ്ങ് ഫിനിഷ് ചെയ്യുക, വച്ചിരുന്ന് തീർക്കുക. വെച്ചിരുന്നിട്ട് അയ്യോ ഞാൻ മറന്നുപോയി, ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, അത് ശരിയല്ല. കാരണം മീ ടു എന്നും ഒരിതുണ്ട് എന്ന് വെച്ചിട്ട് അതിനെ റോങ് ആയിട്ട് ഉപയോഗിക്കുന്നത് ശരിയല്ല. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പോൾ പറഞ്ഞ്, അപ്പോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ഷൂട്ടിംഗ് തീരുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നു, ഇതിനൊരു പ്രതിവിധി നിങ്ങൾ കാണണം എന്ന് പ്രൊഡ്യൂസർ എടുത്തോ ഡയറക്ടർ എടുത്തോ പറഞ്ഞിട്ട് അപ്പം തന്നെ അങ്ങ് തീർക്കുക. ഒരു തീരുമ്പോഴത്തേക്ക് അതങ്ങ് തീർത്തിട്ട് ചേട്ടായി അങ്ങനെ വല്ല ഇതും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ അങ്ങനത്തെ ആളല്ല എന്ന് പറഞ്ഞങ്ങ് തീർക്കുക. പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പറഞ്ഞാലും കേട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ തമിഴിൽ പറയുന്ന പോലെ അടി ഉതവുற മാതിരി അണ്ണൻ തമ്പിയും ഉതവാത് കൊടുക്കുമ്പോൾ ശരിയാവും.